അപ്പം നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യലല്ല, ഇത് കുറേ സ്ഥലങ്ങളിൽ കുറേ ചാറ്റിൽ ഞാൻ കണ്ടു, കുറേ പാലക്കാട് സൈഡിലുള്ള ഒരു റാവുത്തർ ബിരിയാണി. അപ്പോൾ വലിയ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വെറൈറ്റി ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യണം, നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചിക്കൻ വേണം, പിന്നെ ഗരം മസാല, പിന്നെ നമുക്കിതിനകത്ത് ഗ്രാമ്പു വേണ്ട, ഒരു 3-4 ഏലക്ക, കാർഡമൺ, പിന്നെ നമ്മൾ കറുവാപ്പട്ട, പിന്നെ ഈ സാജീരക എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ഇത് വാങ്ങിക്കാൻ കിട്ടും, സാജീരക എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് ഇത് ബിരിയാണിക്കകത്ത് ചേർക്കുന്നത്, കുറച്ച് നല്ല ടേസ്റ്റാണ് മറ്റേ ജീരകത്തിനെ കഴിഞ്ഞും. പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി വേണം, പിന്നെ ഇത് ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് കാർഡ് വേണം, പിന്നെ ഗീ, ഇത് ഞാൻ മെൽറ്റാകാൻ വെച്ചതാണ്, പിന്നെ പുതിനയില, മല്ലിയില, പിന്നെ ഇത് നമ്മുടെ കൈമ റൈസ്, ജീരകശാല റൈസ്. ഇതൊരു 200 ഗ്രാം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്, ഒരു ഫുൾ ഗ്ലാസും പിന്നെ ഒരു അര ഗ്ലാസ്സും കൂടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഇത് നമ്മുടെ ഷാലറ്റ്, പിന്നെ ഇത് ഗാർലിക്, ജിഞ്ചർ, കുറച്ച് ഗ്രീൻ ചില്ലി, ഒരു 5 ഗ്രീൻ ചില്ലി ഉണ്ട്, 2 ടൊമാറ്റോസ് ഉണ്ട്. ഷാലറ്റ് ഒരു 100 ഗ്രാം കാണും. പിന്നെ ഇത് നമ്മുടെ ഗാർലിക് ഒരു ഫുൾ പൗണ്ടുണ്ട്. അപ്പോൾ ഒരു 6-7 വലിയ വെളുത്തുള്ളി ഉണ്ട്. ഇപ്പം മൊത്തം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടുന്നത്. നമ്മൾ ഇതെല്ലാം റെഡി ആകുന്ന സമയത്ത് നമുക്ക് ഈ റൈസ് വാഷ് ചെയ്താൽ ഒത്തിരി നേരം നമുക്ക് സോപ്പ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഇതെല്ലാം ക്രഷ് ചെയ്ത് നമ്മൾ ചിക്കൻ റെഡി ആവുന്ന സമയത്ത് നമുക്ക് ഇത് ജസ്റ്റ് ഇത് വാഷ് ചെയ്ത് നമുക്ക് അങ്ങനെ വാഷ് ചെയ്ത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെക്കില്ല, അങ്ങനെ വെക്കാം, എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കുക്ക് ചെയ്യാം. സൺഫ്ലവർ ഓയിലാണ്, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. നമ്മളത് ആഡ് ചെയ്തു. ഇത് ചൂടായിട്ടുണ്ട്, നമുക്കിത് അങ്ങിട്ട് കൊടുക്കാവേ. ഇതൊന്ന് നോക്കട്ടെ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ടൊമാറ്റോസും ഷാലറ്റ്, പിന്നെ ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി എല്ലാം ക്രഷ് ചെയ്യണം. ഇതുണ്ട്, ഇതിപ്പോൾ എല്ലാം നല്ലപോലെ സോട്ടായി. പിന്നെ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞാണ്ടോ, പച്ചപ്പെല്ലാം മാറും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാശ്മീരി ചില്ലി ഒരു 1 ടേബിൾ സ്പൂൺ കാണും, പിന്നെ ഗരം മസാല ഒരു 1 ടീസ്പൂൺ, പിന്നെ ടർമറിക് പൗഡർ 1/4 സ്പൂണുണ്ട്. ഇവിടെയും ഗരം മസാല എല്ലാം നല്ലോണം സോട്ടായി, തന്നെ എണ്ണ ഓയിലൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഇതിനകത്തും കുറച്ച് കാടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തൈര് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ കേടിൻ്റെ ഒരു ഇതൊക്കെ പച്ചപ്പെല്ലാം മാറി അത് നല്ലപോലെ ഇതിനോട് ചേരും, ഈ ഗ്രേവിയോട്. നമുക്കിതിനകത്തേക്ക് ഇപ്പോൾ കണ്ട തൈരിൻ്റെ ഇതെല്ലാം വിട്ട് എണ്ണ തെളിഞ്ഞു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ചിട്ട് ഈ ഗ്രേവി എല്ലാം ഒഴിച്ചിട്ട് നമ്മൾ കണ്ടുപിടിപ്പിക്കണം. എല്ലാം നമുക്ക് ഇതിലോട്ട് നല്ല പിടിച്ച് ഇനി നമുക്ക് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നല്ലപോലെ ചിക്കൻ കുക്കാവും. സമയത്ത് നമുക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് നമുക്കിനി ഇത്
നല്ലപോലെ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമുക്ക് മൂടി വെച്ച് വേവിക്കും. ഇതിനകത്തൊന്നും കുറച്ച് വെള്ളമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെയും വെള്ളം ചേർത്തിട്ടാണ് റൈസ് പാകം ചെയ്യുന്നത്. ഇതൊന്ന് തുറന്ന് നോക്കി അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ, ശകലം വെള്ളം കൂടെ വേണം ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് വെള്ളം നമുക്കത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വരെ അങ്ങനെ ഇരിക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ. നമുക്കൊന്ന് തുറന്ന് നോക്കി നമുക്കിതിനകത്ത് വെള്ളം ചേർക്കണം. ഇത് വേവാനുള്ള വെള്ളം ഒഴിക്കണം. നമ്മളിപ്പോൾ ഈ ചിക്കൻ ഒന്ന് മൊത്തം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ അതൊരു പാകമാണ്. ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളം കാണും. നമുക്കിതിനകത്തിനി തിളയ്ക്കാൻ തുടങ്ങി. ഇതിനകത്ത് നമുക്ക് കുറച്ച് പുതിനയില ഒക്കെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. പുതിനയില എപ്പോഴും കുറച്ചും മല്ലിയില ഇച്ചിരി കൂട്ടിയും വേണം. എനിക്ക് അപ്പടി പുതിനയിലയുടെ ടേസ്റ്റ് ആയി. കുറച്ച് മല്ലിയില, ഇളക്കി കൊടുക്കണം. ഒരു നാരങ്ങ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാവേ. ഒരു പകുതി ലെമണേ ഉള്ളൂ, ഇത്തിരി പുളി വേണ്ട. ചോറൊന്ന് സ്റ്റിക്കാകാതിരിക്കാൻ വേണ്ടി. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം നോക്കാം. പിന്നെ ഉപ്പെല്ലാം കറക്റ്റാണ്. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഈ പാകത്തിൽ കിടന്നാൽ മതി വെള്ളം. ഉപ്പൊക്കെ നോക്കിയിട്ട് തീ കുറച്ച് വെച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. എപ്പോഴും ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിൽക്കുകയും വേണം, എങ്കിലാണ് കറക്റ്റ് ഉപ്പാകത്തുള്ളൂ. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഈ ഒരു പാകമാകുമ്പം വെള്ളമൊക്കെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ പാകമാകുമ്പോൾ നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട്, അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലപോലെ മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതായൊന്ന് നോക്കിയിട്ടേ, ഏകദേശമായി. നമുക്കിത് ഈ പാകമാകുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഒരു പഴയ എന്തെങ്കിലും ഇതിൻ്റെ ഒരു പഴയ ചപ്പാത്തിയുടെ ഇതാണ് ചപ്പാത്തി മിക്സ്, അത് വെച്ചിട്ട് നമുക്കിത് വെക്കാം. അന്നേരം ഈ ഉള്ള വെള്ളം ഇത് അടിയിലും പിടിക്കത്തില്ല, നല്ല സെറ്റായിട്ട് വെന്ത് കിട്ടും. അടച്ചങ്ങ് വെച്ച്
നമുക്ക് നോക്കാം. യെസ്, ഇതെല്ലാം അല്ല, നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതിനടിയിൽ ചിലപ്പോൾ ഇതൊന്നും ഇതാവും. അപ്പം ഇങ്ങനെ വേറൊരു അടിയിലൊരു സപ്പോർട്ടിന് വേറൊരു ഇത് വെച്ചിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ റാവുത്തർ ബിരിയാണി ശരിയായിട്ടുണ്ട്. ഈ ഒരു പാകം നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. നമ്മൾ നെയ്യ് വെച്ച് നമുക്ക് നല്ലോണം ഇളക്കി ഇപ്പം ഇച്ചിരി നമുക്കൊന്ന് ഒരു ഒട്ടിയിരിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പോൾ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിട്ട് വരും. അങ്ങനെ നമ്മുടെ റാവുത്തർ ബിരിയാണി റെഡിയായി. നമ്മളിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന കേട്ടോ. ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ട് ഇങ്ങനെ. ഇതും പിന്നെ എന്തോ ഒരു കായക്കറിയോ വെച്ചിട്ടുള്ളൊരു കറി, അതാണ് അവിടുത്തെ ഒരു സ്പെഷ്യലാന്ന് പറയുന്നു. അപ്പം ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ ബിരിയാണി റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് വിളമ്പാൻ സമയമാകുമ്പോൾ വിളമ്പുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.